കോഴിക്കോട് കൂടരഞ്ഞിയിൽ 1986 മരിച്ച നിലയിൽ കാണപ്പെട്ടയാളുടെ രേഖാചിത്രം പുറത്തു. ഇരട്ട കൊലപാതകം നടത്തിയെന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് നടപടി. കോഴിക്കോട് തിരുവമ്പാടി പോലീസാണ് ചിത്രം പുറത്തുവിട്ടത്. പുറത്തുവിട്ട ഈ ചിത്രത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു റിയാസ് KMR. എന്താണ് പുറത്തുവിട്ട ചിത്രത്തിന്റെ പ്രത്യേകത? MS 1986 കൂടരഞ്ഞിയിൽ ഒരാളെ താൻ കൊന്നു എന്ന്, തന്റെ 14ാമത്തെ വയസ്സിൽ കൊന്നു എന്ന് മുഹമ്മദ് അലി, വേങ്ങര സ്വദേശിയായിട്ടുള്ള, മലപ്പുറം വേങ്ങര സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഈ കൊലപാതകം നടത്തുമ്പോൾ ആന്റണി എന്നായിരുന്നു പേര്. പിന്നീട് 2ാം വിവാഹം കഴിക്കുമ്പോഴാണ് മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചത്. ഈ ഒരു 14ാമത്തെ വയസ്സിലാണ് കൊലപാതകം നടത്തിയത് എന്ന് പറയുന്നത്. പക്ഷെ പോലീസ് അത് ഇപ്പോഴും മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം ഇത് കൊലപാതകമാണോ എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സാഹചര്യ തെളിവും ലഭിച്ചിട്ടില്ല. തനിക്ക് 14 വയസ്സുള്ളപ്പോൾ താനൊരു കൊലപാതകം നടത്തി എന്ന് മാത്രമാണ് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ജൂൺ 5 ഹാജരായി മുഹമ്മദ് അലി പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ ഒരു സംശയാസ്പദമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തു, റിമാൻഡ് ചെയ്തു. ഇയാൾ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. അതിനിടെ മറ്റൊരു കൊലപാതകം നടത്തിയെന്നൊരു വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരട്ട കൊലപാതകം നടത്തിയുള്ള മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം എന്നുള്ളത് കൊണ്ട് ഇതിന്റെ കേസ് അന്വേഷണം തിരുവമ്പാടി പോലീസാണ് നടത്തി വരുന്നത്. അങ്ങനെ ഈ ഒരു കാലയളവിൽ അവിടെ ഈ തോട്ടിൽ, ഈ ഉടരഞ്ഞിയിലെ തോട്ടിൽ ഒരു മൃതദേഹം കാണപ്പെട്ടിരുന്നു. ആ കാണപ്പെട്ട മൃതദേഹം ഈ ദേവസ്യ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ വന്നിരുന്ന ഒരാളുടേതാണ്. എന്നാൽ അത് ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. കൂലിപ്പണിക്ക് വന്നിരുന്ന ഒരാളുടേതാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ മുഹമ്മദ് അലിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. മുഹമ്മദ് അലിയുടെ വാക്കുകൾ കേട്ട് പ്രേംദാസ് ഇരിവള്ളൂർ എന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം കോഴിക്കോട് സിറ്റി DCRBയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നന്നായി ചിത്രം വരയ്ക്കുകയും രേഖാചിത്രങ്ങൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നേരത്തെ ഇവിടെ എലത്തൂർ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ടുള്ള രേഖാചിത്രം ഉൾപ്പെടെ, ഷാറൂഖ് സൈഫിയുടെ രേഖാചിത്രം ഉൾപ്പെടെ തയ്യാറാക്കിയത് ഈ പ്രേംദാസ് ഇരിവള്ളൂരാണ്. അങ്ങനെ ഈ മുഹമ്മദ് അലി പറഞ്ഞത് പ്രകാരം തയ്യാറാക്കിയ ഒരു രേഖാചിത്രമാണ് ഇത്. പിന്നീട് ഈ ദേവസ്യയെ കാണിച്ചു. കാരണം ദേവസ്യയുടെ വീട്ടിൽ പണിക്ക് വന്ന ഒരാളാണ് അവിടെ അന്ന് മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നത്. തോട്ടിൽ കണ്ട അജ്ഞാത മൃതദേഹം അത് ദേവസ്യയുടെ വീട്ടിൽ പണിക്ക് വന്ന ആളുടേതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്യയെ കാണിച്ചു. ദേവസ്യ ഓർത്തെടുത്തു ഏകദേശം 80% ഈ രേഖാചിത്രവുമായി സാമ്യമുള്ളയാൾ തന്നെയാണ് അന്ന് തോട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മുഹമ്മദ് അലി പറഞ്ഞ ആദ്യത്തെ കൊലപാതകം അതായിരിക്കാമെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പക്ഷെ അതിപ്പോഴും കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ അന്ന് കാണപ്പെട്ടയാളുടെ, മരിച്ച നിലയിൽ കാണപ്പെട്ടയാളുടെ രേഖാചിത്രം ആണ് ഇത് എന്നുള്ളത് ഏകദേശം 80% ദേവസ്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കൊലപാതക കേസുകളും മറ്റുമൊക്കെ അന്വേഷിക്കുമ്പോൾ പ്രതികളുടെ രേഖാചിത്രങ്ങളാണ് പുറത്തുവിടാറുള്ളത്. ഇത് മരിച്ച നിലയിൽ കാണപ്പെട്ടയാളുടെ രേഖാചിത്രം പുറത്തുവിടുന്നത് പൊതുവെ അപൂർവമാണല്ലേ? അത്യപൂർവം എന്ന് തന്നെ പറയാം. അപൂർവം എന്നല്ല, അത്യപൂർവം എന്ന് തന്നെ പറയാം. കാരണം 1986 കൂടരഞ്ഞിയിലെ മിഷൻ ആശുപത്രി പരിസരത്തുള്ള തോട്ടിലാണ് ഒരു അജ്ഞാത ജഡം കണ്ടെത്തിയിരുന്നത്. അത് അന്ന് കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവും പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് ആ കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് 56-കാരനായിട്ടുള്ള മുഹമ്മദ് അലി പണ്ട് താൻ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയിരുന്നു എന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പറയാനും അത് ഏറ്റുപറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മുഹമ്മദ് അലിയുടെ മൂത്ത മകൻ മരിച്ചിരുന്നു. 2ാമത്തെ മകന് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ തനിക്ക് കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അലി സ്റ്റേഷനിൽ ഹാജരായി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും കോടതി നിർദ്ദേശപ്രകാരം റിമാൻഡൊക്കെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ MS സൂചിപ്പിച്ചതുപോലെ സാധാരണ പ്രതികളുടെ രേഖാചിത്രം തയ്യാറാക്കുന്നു. ആ പ്രതികളുടെ രേഖാചിത്രം തയ്യാറാക്കുന്ന രീതിയിൽ നിന്നും വിപരീതമായി ഇപ്പോഴിതാ മരിച്ചയാളുടെ രേഖാചിത്രം തയ്യാറാക്കേണ്ടി വന്നിരിക്കുന്നു. അതിനുള്ള കാരണം ഈ 1986 മരിച്ചത് ആരാണ് എന്ന് ഇനിയും വ്യക്തമല്ല. ഈ രേഖാചിത്രം കണ്ടെങ്കിലും
അത് തന്റെ ബന്ധുവാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വരുമെന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ മരിച്ചത് ആരെന്ന് കണ്ടെത്താൻ കഴിയുകയും അത് കൊലപാതകമായിരുന്നു എന്ന രീതിയിലേക്ക് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ ശരിയായിരുന്നു എന്ന രീതിയിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുകയും ചെയ്താൽ അത് പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കേസ് അന്വേഷണ മികവായി മാറും. MS. ശരി, കോഴിക്കോട് കൂടരഞ്ഞിയിൽ 1986 മരിച്ച നിലയിൽ കാണപ്പെട്ട ആളുടെ രേഖാചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇരട്ടക്കൊലപാതകം നടത്തി താൻ എന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് 1986 കോഴിക്കോട് കൂടരഞ്ഞിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടയാളുടെ രേഖാചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. കോഴിക്കോട് തിരുവമ്പാടി പോലീസാണ് രേഖാചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. മുഹമ്മദ് അലി എന്ന ആൾ ഇതുമായി ബന്ധപ്പെട്ട ഇരട്ടക്കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയ പശ്ചാത്തലത്തിലാണ് രേഖാചിത്രം പുറത്തുവിട്ടതെന്ന് റിയാസ് KMR റിപ്പോർട്ട് ചെയ്യുന്നു.